എം കെ രാഘവൻ നെഞ്ചിടിപ്പുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും നെഞ്ചെടുപ്പില്ല. വളരെ ഒരു കംഫർട്ടായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? 4-ാം അംഗമാണ്. അപ്പോൾ ഭൂരിപക്ഷം ഉയരുമെന്നാണോ? അങ്ങനെയെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ജനങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 3 തവണ എന്നെ ജയിപ്പിച്ചവരാണ് കോഴിക്കോട് ജനങ്ങൾ. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് അവരെയും അറിയാം. ആ ഒരു ആത്മവിശ്വാസമാണ്, ആ ആത്മബന്ധമാണ് ഈ 4-ാം അംഗത്തിനെയും എന്നെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡിൽ ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. ശരി, ശ്രീ എം കെ രാഘവൻ, ഇപ്പോൾ കോഴിക്കോട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ്. അങ്ങേക്കറിയാമല്ലോ, 10-30% വോട്ട് ആ വിഭാഗത്തിനുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും താങ്കൾ ഹാട്രിക് വിജയം നേടിയ ആളാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ആ വോട്ട് ബാങ്ക് പൂർണ്ണമായും താങ്കളെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള സമസ്തയിലെ ഭിന്നിപ്പുകൾ, പരസ്യ പ്രസ്താവനകളൊക്കെ ആ സമുദായത്തിനുള്ളിൽ ചില ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രവുമല്ല, ഫാസിസത്തെ നേരിടാൻ ഉത്തമമായ സഖ്യശക്തി എന്ന് പറയുന്നത് LDF ആണെന്ന് പോലും പരസ്യമായി ചില സംസ്ഥാന നേതാക്കൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്ട് താങ്കളെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആ വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ വീഴുകയും എളമരം കരീമിന് അത് ഗുണകരമായി മാറുകയും ചെയ്യാമെന്നൊരു വിലയിരുത്തലുണ്ട്. അതിനുള്ള എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല നികേഷ്. കോഴിക്കോടിൻ്റെ ഈ ജനമനസ്സ് കൃത്യമായി പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. ഈ കോഴിക്കോടിലിപ്പോൾ ഒരു വലിയൊരു പാരമ്പര്യമുണ്ട്. അതൊരു മതേതര സംസ്കാരത്തിൻ്റെ പാരമ്പര്യമാണ്. കാരണം ഇവിടെ CPM എല്ലാ ശ്രമവും ഒടുവിൽ നടത്തിയ വീടുകളിൽ ഒരിക്കലും CPM പോലുള്ള ഒരു പാർട്ടി വോട്ടർമാരെ സമീപിക്കുമ്പം പറയേണ്ടുന്ന കാര്യം എന്താ? ഒന്ന്, കേരളത്തിലെ ഭരണനേട്ടം പറയണമായിരുന്നു, അല്ലെങ്കിൽ ആശയപരമായ കാര്യങ്ങൾ പറയണമായിരുന്നു. രണ്ടും പറഞ്ഞില്ല മാത്രമല്ല, വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള വളരെ ഒരിക്കലും ഒരു പാർട്ടി അനുവർത്തിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് വീടുകൾ സ്വീകരിച്ചത്. എല്ലാ വീടുകളും, മുസ്ലിം വീടുകളിൽ പോയി പറഞ്ഞ ഭാഷ അതൊരു ജാതി മതത്തിൻ്റെ ഭാഷയാണ്, വർഗീയതയുടെ ഭാഷയാണ്. അന്നും കോഴിക്കോട് ഒരിക്കലും ഏശില്ല, ഒരു തർക്കം വേണ്ട. അത് എക്സ്പോസ്ഡായി, CPM എക്സ്പോസ്ഡായി. ഞാനത് പറയുന്നത് വളരെ, ഇതൊക്കെ ശ്രീ നികേഷ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ജൂൺ 4 കൗണ്ടിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകും മാർക്സിസ്റ്റ് പാർട്ടി എവിടെ കിടക്കുന്നു, UDF എവിടെ കിടക്കുന്നു, കൃത്യമായി ബോധ്യമാകും. അതുകൊണ്ട് കഴിഞ്ഞ ഭൂരിപക്ഷത്തെക്കാളേറെ റെക്കോർഡ് ഭൂരിപക്ഷം ഈ ഇലക്ഷനിൽ ഉണ്ടാകും. ഒരു തർക്കം താങ്കൾക്ക് വേണ്ട. പക്ഷേ എം കെ രാഘവൻ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനാണ് ആ ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ സംസാരിക്കുന്നത് നികേഷാണ്. എം കെ രാഘവൻ, നോക്കൂ, നമുക്കറിയാവുന്നതുപോലെ കോഴിക്കോട് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വോട്ട് വിഭാഗമുണ്ട്. അതിൽ തന്നെ സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ LDFനെ പിന്തുണയ്ക്കുന്നു എന്ന നിലയുണ്ട്. അതേപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ കോഴിക്കോട് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി MT രമേശാണ്. BJP അത് കൺസോളിഡേറ്റ് ചെയ്യും. താങ്കൾക്ക് സ്ഥിരമായി കിട്ടി വരുന്ന സുന്നി വിഭാഗത്തിലെ ഒരു വോട്ട് LDF പക്ഷത്തേക്ക് നീങ്ങുകയൊക്കെ ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നേരിയ ഒരു ഭൂരിപക്ഷമാണല്ലോ എല്ലാ കാലഘട്ടത്തിലും കോഴിക്കോട്, കഴിഞ്ഞത് മാറ്റി നിർത്തിയാൽ ഉണ്ടാകാറുള്ളത്. മാത്രമല്ല കോഴിക്കോട് അങ്ങേക്കറിയാവുന്നതുപോലെ ശങ്കരൻ ജയിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്നൊരു കോഴിക്കോട് ഒരു നിയമസഭയിൽ നിന്ന് ഒരാൾ ജയിപ്പിക്കാനായിട്ടില്ല. അപ്പോൾ അത്രയും വേഫർ തിൻ മെജോറിറ്റിയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, നെഞ്ചിരിപ്പ് വേണം താങ്കളെ സംബന്ധിച്ചിടത്തോളം? എനിക്കൊരു നെഞ്ചെടുപ്പിലേക്ക് ആവശ്യമില്ല നിജേഷ്. എനിക്ക് ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന ഒരാളാണ് ഞാൻ. ഫീൽഡിലെ അവസ്ഥ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാനൊരു എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യനാണ്, മനസ്സിലായിക്കൊള്ളും. ഇപ്പോഴും താങ്കളോട് ഞാൻ പറഞ്ഞു നിജേഷേ, താങ്കൾ പറഞ്ഞ ഒന്നും താഴെ സംഭവിക്കില്ല. മേൽത്തട്ടിൽ സംഭവിക്കും, താഴെത്തട്ടിൽ സംഭവിക്കില്ല. കോഴിക്കോട്ടെ ഈ സമസ്തയുടെ കാര്യം താങ്കൾ പറഞ്ഞു, ഒരംശം പോലും ബാധിക്കില്ല. നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഒരു അംശം പോലും ബാധിക്കില്ല. അതുകൊണ്ട് കോഴിക്കോട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണക്കുന്നു.
എല്ലാവിധ സൂചനകളും അതിൻ്റെ അടയാളങ്ങളും നേരിൽ കാണാനും അറിയാനും കഴിഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ വാർത്തയിൽ ഇടനേടുന്ന ചില ആളുണ്ടാവും. വാർത്തയിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ചില സമസ്തയിലെ ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകളെല്ലാം അത് വെച്ച് വിലയിരുത്തിയാൽ താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകന്മാർക്ക് അത് പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDF തന്നെ കോഴിക്കോട് ജയിക്കും. ഞാനൊരു വ്യക്തിപരമായി ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള MP-മാരെ എടുത്താലേ ഈ ഏട്ടാന്നൊക്കെ വിളിക്കുന്ന ആകപ്പാടെ രാഘവേട്ടനാണെന്ന് തോന്നുന്നു. ബാക്കി ഒരൊറ്റ MP-മാരെയും അങ്ങനെ ഏട്ടനോ അങ്ങനെയുള്ള ഒരു വിളിപ്പേരൊന്നുമില്ല. ഈ രാഘവേട്ടനും കോഴിക്കോട് ആയിട്ടുള്ളൊരു ബന്ധം എങ്ങനെ ഇത്ര വളരെ ശക്തമായത്? പയ്യന്നൂരിൽ നിന്ന് വന്നിട്ട് അതും പയ്യന്നൂരിൽ നിന്ന് വന്നിട്ട്. ഇതേ നിജേഷേ, ഇതൊക്കെ ഈ ഞാൻ പണ്ടേ പറയാറുണ്ട്, ഞാൻ 24/7 ഞാൻ ഒരു കാലത്ത് അലഞ്ഞ് നടന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ പഴയകാല രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അറിയാം. അത് തുടർന്ന് വരുന്ന ഒരാളാണ് ഞാൻ എല്ലാവരുമായും ബന്ധം സ്ഥാപിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുമായി നല്ല ബന്ധത്തിലാണ് ഞാൻ. അതുകൊണ്ട് ആ ബന്ധം തന്നെയാണ് നികേഷ് ഈ ജയത്തിൻ്റെ പിറകിലുള്ള കാരണമെന്ന്. ഇനിയും ജയിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്, ഒരു നല്ല വ്യക്തിബന്ധമാണ്. തീർച്ചയായും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ രാഘവേട്ടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കിട്ടുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. താങ്കൾക്കത് ലഭിച്ചിരിക്കുന്നു, അത് താങ്കളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് താങ്കളല്ലല്ലോ, നമ്മളെല്ലാവരും തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ താങ്കൾക്കൊരു അംഗീകാരം തന്നെയാണ്. എല്ലാ ഭാവുകങ്ങളും ലോക്സഭ സുജിയൊക്കെ എന്തോ ചോദിക്കാനുണ്ട്. രാഘവേട്ട, ഈ ഒരു പാർട്ടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ താങ്കളുടെ ഒരു ജനപ്രീതി എന്ന് പറയുന്നത്. അത് പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ താങ്കളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം കോൺഗ്രസിലും ലീഗിലും മാത്രമുള്ള പ്രതീക്ഷയായിരിക്കില്ലല്ലോ അല്ലേ? എനിക്ക് എന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സഹായിക്കുന്നവരാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഈ വോട്ടർമാർ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഈ ആളുകളെ പരിശോധിച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെന്നെ സഹായിക്കാറുണ്ട്. ഞാനത് തെളിച്ചു പറയുന്നില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ പാർട്ടിയിൽപ്പെട്ടവരെന്നെ സഹായിക്കാറുണ്ട്. അത് സത്യമാണ്. ശരി, എല്ലാ ആശംസകളും. വളരെ നന്ദി ശ്രീ MK രാഘവൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.